നമസ്കാരം. കലിയുഗ വരദനായ അയ്യപ്പനെ തൊട്ടവരെയെല്ലാം അയ്യപ്പൻ പണി കൊടുത്ത് അഴിയടിക്കാൻ തുടങ്ങി. കട്ടവരെയും കക്കാൻ കൂട്ടുനിന്നവരെയും എല്ലാം അയ്യം മൊത്തത്തിലങ്ങ് പണി കൊടുത്തു തുടങ്ങിയതോടെ ആകെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായത് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കസേരയ്ക്ക് ആട്ടം വെച്ചതാണ്. എന്തായാലും ദ്വാരപാലക ശില്പപാളി കേസിൽ കൂടി എ പത്മകുമാറിനെ പ്രതി ചേർത്ത് കുരുക്ക് കൂടുതൽ മുറുക്കിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങളുള്ളത്. ആദ്യം കട്ടിളപ്പാളി കടത്തിയ കേസിലായിരുന്നു CPM നേതാവ് കൂടിയായ പത്മകുമാറിനെ പ്രതി ചേർത്തിരുന്നത്. ഇന്ന് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ദീർഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ കേസിലാണ് ജയിലിലെത്തിയ SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2019 ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തുന്ന കേസിലാണ് പ്രതി ചേർത്തത്. 2 കേസുകളിലും പത്മകുമാറിന് പങ്കുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വർണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് മാറ്റി എഴുതി വ്യാജരേഖകൾ ഉണ്ടാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും സഹായം നൽകിയതിനാണ് പത്മകുമാർ നേരത്തെ പ്രതി ചേർക്കപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും പ്രതി ചേർത്തിരിക്കുന്നത്. റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ കേസിൽ കൂടി പ്രതിയായത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 8 മാറ്റിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയത് ഉൾപ്പെടെ എല്ലാ കാര്യവും കൂട്ടായി എടുത്ത തീരുമാനമെന്നാണ് പത്മകുമാർ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയത്. മിനിറ്റ്സിൽ ചെമ്പ് എന്നെഴുതിയ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എന്നാണ് പത്മകുമാർ വ്യക്തമാക്കുന്നത്. മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിലെ എതിർപ്പാണ് ജാമ്യ ഹർജിയിൽ സ്പഷ്ടമാക്കിയത്. വീഴ്ച പറ്റിയെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയുണ്ട് എന്നും തന്നെ മാത്രം വേട്ടയാടുന്നതിലെ അമർഷം കൂടിയാണ് പത്മകുമാർ പ്രകടമാക്കിയത്. എന്നാൽ ഇന്ന് പുതിയ കേസ് കൂടി എത്തിയതോടെ പത്മകുമാർ ജാമ്യ ഹർജിയിലെ വാദത്തിലെടുക്കുന്ന നിലപാടും നിർണായകമാകും. കഴിഞ്ഞ മാസം 20-നാണ് സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. കേസിൽ അറസ്റ്റിലാവുന്ന 6-മനും 2ാമത്തെ ബോർഡ് പ്രസിഡന്റുമാണ് പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, മുൻ ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായ N വാസു എന്നിവരാണ് പത്മകുമാറിനെ കൂടാതെ അറസ്റ്റിലായവർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കാളികൾ കൈമാറാൻ ദേവസ്വം ബോർഡ് ആദ്യം നിർദ്ദേശം വെച്ചത് പത്മകുമാറിനാണെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ട്. പോറ്റിക്ക് അനുകൂല നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്നും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സർവ്വ സ്വാതന്ത്ര്യം നൽകിയത് പത്മകുമാറാണ് എന്നത് വ്യക്തമായ കാര്യമാണ്. കേസിലെ 8ാം പ്രതിയാണ് പത്മകുമാർ. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും. കേസിലെ 6ാം പ്രതിയാണ് S ശ്രീകുമാർ. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി കൈമാറാൻ 2019 ഇറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ട മഹസറിൽ ശ്രീകുമാറാണ് ഒപ്പിട്ടത്. ശ്രീകുമാറിനെ ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് ചോദ്യം ചെയ്യൽ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുമെന്നും അന്വേഷണ സംഘം വാദിച്ചു. ഇത് പരിഗണിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. പത്മകുമാർ എന്തൊക്കെ വിവരങ്ങൾ ഇനിയും പുറത്തു പറയാനുണ്ട് എന്നത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്.